ഇതൊക്കെ വരുവാടാ? ആർക്കറിയാല്ലേ? കുറച്ച് സെപ്പറേഷൻ കൂടെ ആ ബുക്കിൽ ബാക്കി വെച്ചേരെ. എവിടെ നിന്നോ നാളെ തന്നെ ഇത് കൊടുത്തോ ബിരിയാണി വാങ്ങിച്ചു. കുറച്ച് ബാക്കി വെക്കായിരുന്നു. പൈസ എടാ, എന്നെ പോലെ പഠിച്ച് എന്നെ പോലെ ആവണം, മനസ്സിലായോ? അല്ലാതാ അവനെ പോലെ ആവരുത്. അവനെ കണ്ടില്ലേ, വെറുതെ മണി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവരെ ചേർത്തു, ഇവൻ വന്നിട്ട് എന്നെ ചേർത്തു. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ ക്രീമൊക്കെ എടുത്ത് അവൻ തന്നെ അവന്റെ മുഖത്ത് തീർക്കുന്നു. ഇപ്പൊ മെത്തേഡ് ബിസിനസ് എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെന്തായി തീരും എന്തോ. ചേട്ടൻ എന്നെയാണോ വഴക്ക് പറയണത്, അവനെയാണോ? അതെ, മറ്റു മാതാപിതാക്കളെ പോലെ അവര് പറയുന്ന പോലെ പഠിച്ച് അവര് പറയുന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനൊന്നും ഞാൻ വാശി പിടിക്കില്ല. അതുകൊണ്ട് നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ ഒരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാം. തീരുമാനിച്ചു. പക്ഷെ എന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടം ആരാടാ ചോദിച്ചേ? ഞാനല്ലേ പഠിക്കേണ്ടത്? പഠിച്ചോ. പക്ഷെ 3ാമതൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതൊക്കെ ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങിയിട്ടാവണം. എന്ത് കഷ്ടം. വെറുതെ എന്റെ പൈസ തുളയ്ക്കരുത്. നീ എന്തായാലും എൻട്രൻസ് എഴുതിയാൽ കിട്ടാൻ പോണില്ല. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ പരിപാടി? എനിക്ക് എഞ്ചിനീയർ ആവണം. എന്തിന്? അതൊന്നും എനിക്കറിയണം. പക്ഷെ എനിക്ക് എഞ്ചിനീയർ ആയേ പറ്റൂ. ഞാൻ പറഞ്ഞ കേക്ക്. നീയുടെ ബഹറിൽ കയറുവാ, നമുക്ക് നമ്മളവിടെ കടയൊക്കെ നോക്കി സുഖമായിട്ട് പോവാടാ. പറ്റൂല, എനിക്ക് പഠിക്കണം. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോ കാര്യമില്ലടാ, നിന്റെ വാപ്പാടെ ബുദ്ധിയാ നിനക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എഞ്ചിനീയർ ആയേ പറ്റൂ. ഇല്ല, മറ്റന്മാരെല്ലാം എഞ്ചിനീയറിംഗിന് പോണോണ്ടാണ് ഈ മണ്ടങ്ങനെ പറഞ്ഞത്. എൻട്രൻസും തോറ്റു വന്നേക്കുക. നീ തോക്കുമായിരിക്കും, പക്ഷെ ഞാൻ തോക്കാൻ തയ്യാറല്ലടാ. കാശെറിയിട്ടാണ് നിന്നെ ഒരു എഞ്ചിനീയർ ആക്കും. അതിലൂടെ നിന്നെ ഇവിടുന്ന് പായിക്കാൻ പോവാ. ആ തലതെറിച്ചവന്മാരുടെ തലവെട്ടം എത്താത്ത സ്ഥലത്തേക്ക്. അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരുങ്ങിയിരുന്നോ നീ കേട്ടോ? രാധിക, സുഖമാണോ? ആ സുഖമാണ്. അവിടെയോ? ഓ സുഖം. വിഷ്ണുവിൻ്റെ അഡ്മിഷൻ എന്തെങ്കിലും ആയോ? ആയിട്ടില്ല. മാർക്ക് കുറവല്ലേ? ഓ, അജോയ്ക്കും മാർക്ക് ഭയങ്കര കുറവാ. അതെങ്ങനെ? പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ കളിച്ചു നടന്നാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ടായിരിക്കും മാർക്ക് കുറഞ്ഞത്. ഞാൻ അജോനോട് പറയാം, വിഷ്ണു അഡ്മിഷൻ എടുക്കുന്നോട് തന്നെ അഡ്മിഷൻ എടുക്കാൻ. ഇതന്നെ നീ ചെറുത് വാങ്ങിയത്? ഇത് വില കൂടലേ ചേച്ചി. വിഷ്ണു എവിടെ അഡ്മിഷൻ എടുക്കണെന്നാ പറഞ്ഞേ? തീരുമാനിച്ചില്ല. ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ ചെന്ന് പറയാൻ? പറയട്ടെ. ശരിക്കും ചേച്ചി. Mandagini, onago